ഹോമിയോപ്പതി ചികിത്സയാണ്, ആയുർവേദം ചികിത്സയാണ്, ഖുർആൻ ചികിത്സയല്ല. ഖുർആൻ ഹോമിയോപ്പതിയുടെയും ആയുർവേദത്തിന്റെയും ഔട്ട്പുട്ട് എന്താണോ അതാണ് ഖുർആൻ അഥവാ ഷിഫ. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കൂ, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ഷിഫാ. ഖുർആനിൽ നിന്ന് നാം നിങ്ങൾക്ക് ഷിഫ അവതരിപ്പിക്കുന്നു. ചികിത്സ ആണെന്നല്ല പറഞ്ഞത്, ഷിഫയാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഒരു പഥ്യമുണ്ട്. എല്ലാ ചികിത്സകൾക്കും പഥ്യമുണ്ടല്ലോ. ഷിഫ വേണമെങ്കിൽ പഥ്യം വേണമല്ലോ. ഏതാ പഥ്യം? ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് മാത്രം. ഈമാനാണ് പഥ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാഹുവാണ് ഷിഫയാക്കുന്നതെന്ന കടുപ്പമുള്ള തൗഹീദ്. ആ തൗഹീദ് മനസ്സിലുണ്ടെങ്കിൽ, ജീവിതത്തിലുണ്ടെങ്കിൽ, അതാണ് എന്നെ നയിക്കുന്നതെങ്കിൽ, നിയന്ത്രിക്കുന്നതെങ്കിൽ ഖുർആൻ ഷിഫയാണ്. ഖുൽ ഹുവ ലില്ലദീന ആമനൂ ഹുദൻ വശിഫാ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പഠിപ്പിച്ചു, പറഞ്ഞു കൊടുക്ക് നബിയെ, ഹുവ അത് ഖുർആൻ, ലില്ലദീന ആമനൂ എല്ലാ രോഗികൾക്കുമല്ല, എല്ലാ മനുഷ്യർക്കുമല്ല, എല്ലാ ജീവികൾക്കുമല്ല, ലില്ലദീന ആമനൂ വിശ്വസിച്ചവർക്ക്. ഹുദൻ വശിഫ അത് ഹുദയുമാണ്, ഷിഫയുമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഷിഫയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു, സഹാബത്ത് കണ്ടു. മനസ്സിലാക്കുക നാം അത്. ഖുർആൻ ഓതി അവർ ഷിഫ കണ്ടെത്തി. ഖുർആൻ മന്ത്രമാക്കി. മന്ത്രം ഖുർആനിനെ കൊണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മന്ത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉരുവിട്ട ദുആകളും ദിക്റുകളുമാകണം മന്ത്രം. അത്തരത്തിലുള്ള മതപരമായി അല്ലാഹു നിർദ്ദേശം നൽകി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു, പഠിപ്പിച്ചു തന്നു. അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ഷിഫയാണ്. തുടർന്ന് അല്ലാഹു പറയുന്നത് വല്ലാത്ത ഒരു കടുപ്പമുള്ള വാചകമാണ്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, ഷിഫയാണ് ഖുർആൻ. അപ്പോഴോ മുഅ്മിൻ അല്ലാത്തവനോ? അതാണ് അടുത്ത വാചകം, വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. മുഅ്മിൻ അല്ലാത്തവൻ, ളാലിം ഇവിടെ അവനാണ്, ക്രമം തെറ്റി ജീവിച്ചവൻ, അല്ലാഹു നിശ്ചയിച്ച ക്രമം തെറ്റി ജീവിച്ചവൻ, അവന് ഇത് ശിഫയല്ലെന്ന് മാത്രമല്ല കനത്ത നഷ്ടമുണ്ടാക്കും. അത് നഷ്ടമാണ്. അപ്പോ ഖുർആൻ ഷിഫയാകണമെങ്കിൽ, മന്ത്രങ്ങൾ ഷിഫയാകണമെങ്കിൽ മുഅ്മിനാകണം, കടുപ്പമുള്ള മുഅ്മിൻ. അല്ലാഹു മാത്രമാണ് സുഖമാക്കുന്നവനെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച മുഅ്മിൻ. ആ മുഅ്മിൻ. മന്ത്രവാദികളെ സൃഷ്ടിക്കാനല്ല. നമ്മൾ ഇന്ന് കാണുന്നത് മന്ത്രവാദികളാണ്. എല്ലാവരും മന്ത്രക്കാരും മന്ത്രവാദികളുമാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പോലും മന്ത്രത്തിന്റെ ആൾ, അതിനും കേസ്. മന്ത്രവാദികളെ സൃഷ്ടിക്കാനല്ല. മന്ത്രങ്ങൾ എന്തിനാണ്? അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം റസൂലുള്ളാഹി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച മന്ത്രങ്ങൾ വിശ്വാസവും തവക്കുലും ശക്തിയോടുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത്. ഈമാനും തവക്കുലും ഉണ്ടാക്കാനാണ് മന്ത്രം. അതുകൊണ്ട് തന്നെ മന്ത്രിക്കണം. ആര് മന്ത്രിക്കണം? അതാണ് വിഷയം. മന്ത്രവാദി മന്ത്രിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. തങ്ങളോ ബീവിയോ മൗലവിയോ മുസ്ലിയാരോ മന്ത്രിക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, അങ്ങനെയായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമക്ഷത്തിങ്കൽ മന്ത്രിക്കാൻ വന്നവരുടെ ക്യൂ ഉണ്ടാകണമായിരുന്നു, അല്ലേ? ചികിത്സ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടിയോ മുടിയിട്ട വെള്ളമോ അല്ല. മുടിയിട്ട വെള്ളം ചികിത്സയായി അതിനുവേണ്ടി ക്യൂ നിന്ന് കച്ചവടം നടത്തുന്ന മന്ത്രം, ഇതൊന്നും മന്ത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗമല്ല, അതിനെതിരായ മാർഗമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വയം മന്ത്രിച്ചു. എന്തിനാ മന്ത്രിച്ചത്? നമുക്ക് പഠിപ്പിച്ചു തരാൻ എങ്ങനെ മന്ത്രിക്കണം എന്നത്. മന്ത്രിക്കേണ്ടത് സ്വന്തമാണ്. ഒരാൾ എനിക്ക് മന്ത്രിക്കുകയല്ല. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഇഖ്ലാസ് ഉള്ളതും ഏറ്റവും സ്വീകാര്യതയുള്ളതും ഏറ്റവും ശക്തിയുള്ളതും തൗഹീദും ഈമാനും തവക്കുലും തിങ്ങി നിറഞ്ഞ മനസ്സിനകത്തു നിന്നുള്ള മന്ത്രങ്ങളാണ്. ആ മന്ത്രമാണ് ആവശ്യം. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ചു തന്നു. ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇശ്തകാ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത്ത് വയൻഫുസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ യഖറഉ അലാ നഫ്സിഹി, നബി സ്വയം ഓതും ബിൽ മുഅവ്വിദാത്ത്, മുഅവ്വിദാത്തുകൾ. മുഅവ്വിദത്തൈനി അറിയാലോ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ രണ്ട് സൂറത്തുകളാണ്. അത് വല്ലാത്ത സൂറത്തുകളാണ്. അത് മനസ്സിലാക്കിയാൽ നമ്മളും ഓതിപ്പോകും. കാരണം ആ സൂറത്ത് അത്ര ശക്തിയുള്ളതാണ്. ഒന്നാമത്തേത് സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാനിതാ രക്ഷ തേടുന്നു, രക്ഷ ചോദിക്കുന്നു, ആപത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു. ആരോട്? സൃഷ്ടികളോടല്ല, ദേവന്മാരോടും ദേവിമാരോടുമല്ല, ജ്യോത്സ്യന്മാരോടും ജ്യോത്സികളോടുമല്ല, തങ്ങന്മാരോടും ബീവിമാരോടുമല്ല, ബിറബ്ബിൽ ഫലഖ്. അതാണ് ഈമാൻ. ആ ഈമാൻ ഉണ്ടെങ്കിൽ ഖുർആൻ ശിഫയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, സൃഷ്ടിച്ച എല്ലാ തിന്മയിൽ നിന്നും രക്ഷ. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുട്ട് മൂടിയാൽ ആ ഇരുട്ടിന്റെ ആപത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് രക്ഷ. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്നവരുടെ തിന്മയിൽ നിന്ന് രക്ഷ. കെട്ടുകളിൽ ഊതിക്കൊണ്ടിരിക്കുന്നവർ, നമ്മൾ കണ്ട ചികിത്സാരികളൊക്കെ കെട്ടുകളിൽ ഊതി നമുക്ക് കെട്ടുതരല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതോ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഈ കെട്ടുകളിൽ ഊതുന്നവൻ ശൈത്താനാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷ. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. അങ്ങനെ ഉണ്ടോ ഒരു ചികിത്സ? കെട്ടുകളിൽ ഊതിയിട്ട് 33 യാസീനുള്ള നൂല, അത് കെട്ടിയാൽ എല്ലാം രക്ഷ. എവിടെയാണ് തൗഹീദ്? ആരാണ് രക്ഷ? ആരിലാണ് അഭയം? നൂലിൽ. പോയില്ലേ? വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം, നമ്മുടെ നേതാവ് പറയുന്നത് എനിക്ക് രോഗമായാൽ അള്ളാഹു സുഖമാക്കും. നമ്മൾ പറയുന്നത് നമുക്ക് 33 കെട്ടുള്ള ഈ നൂല് സുഖമാക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ സുഖമാക്കും. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ വെക്കുന്ന എല്ലാ അസൂയാലുക്കളിൽ നിന്നും രക്ഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, എന്നിട്ട് തടവി, രോഗം വന്ന സ്ഥലത്ത് ഊതി. സുബ്ഹാനല്ലാഹ്, സ്വയം ചെയ്തു. സൂറത്തുന്നാസ് നിങ്ങൾക്കറിയാമല്ലോ, അതും അതുതന്നെ. രക്ഷ തേടാൻ അള്ളാഹുവിനോടുള്ള ചോദ്യം, അള്ളാഹുവിനോട് രക്ഷ തേടുന്ന സ്വഭാവം, അതാണ് വേണ്ടത്. അതാണ് ശരിയായ യഥാർത്ഥത്തിലുള്ള രീതി. അതല്ലേ അള്ളാഹു പഠിപ്പിച്ചത്? വഇമ്മാ യൻസഗന്നക നസ്ഗുൻ മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള വല്ല ഉപദ്രവവും പ്രയാസവും നിനക്ക് നേരിട്ടാൽ എന്താ ചെയ്യേണ്ടത്? ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം എന്നാ? സാഹിറിൻ്റെ അടുത്ത് പോകണം എന്നാ? മാരണം ചെയ്യുന്നവൻ്റെ അടുത്ത് പോകണം എന്നാ? തിരിച്ച് സിഹർ ചെയ്യാൻ പോകണം എന്നാ? അല്ല. ഫസ്തഇദ് ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് രക്ഷ തേടണം. അള്ളാഹ്ക്കേ കഴിയുള്ളൂ ആ രക്ഷ തരാൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, സ്വയം ചെയ്യണം. എന്നിട്ടോ ബാക്കി കേൾക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ആയിഷ ബീവി വിവരിച്ചു തരുന്നു. ഫലമ്മ ഇശ്തദ്ദ വജഅഹു, അദ്ദേഹത്തിന് രോഗം കഠിനമായപ്പോൾ, വഫാത്താകുന്ന രോഗം, അവസാനത്തെ രോഗം, അപ്പോഴോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതാൻ വയ്യ, ഊതാൻ വയ്യ. അപ്പോഴോ കുൻതു അഖറഉ അലൈഹി, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു,